സംസ്ഥാനത്ത് ഈ ചീഫ് സെക്രട്ടറി അതുപോലുള്ള സെക്രട്ടറിമാരുടെ നിയമനത്തിലൊക്കെ തന്നെ സീനിയോറിറ്റി ഒരു വലിയ ഘടകമാണ്. അല്ലെങ്കിൽ സീനിയോറിറ്റി നോക്കിയാണ് ഇപ്പം സെക്രട്ടറിമാർ അതുപോലെ DGP തുടങ്ങിയ തസ്തികകളിലേക്കൊക്കെ തന്നെ ഉദ്യോഗസ്ഥരെ സർക്കാർ നിയമിക്കുന്നത്. നേരത്തെ പിണറായി വിജയന് വേണ്ടി പല കാര്യങ്ങളും ചെയ്തു കൊടുത്തുകൊണ്ടിരുന്ന, പിണറായിയുടെ പല കാര്യങ്ങളും ഒതുക്കി കൊടുത്തുകൊണ്ടിരുന്ന, അങ്ങനെ ആരോപണമുള്ള ജയതിലക്, അദ്ദേഹം സീനിയോറിറ്റിയുടെ അടിസ്ഥാനത്തിലാണ് ചീഫ് സെക്രട്ടറി ആയത് എന്നുള്ള ഒരു കാര്യമുണ്ട്. സീനിയോറിറ്റി കണക്കാക്കി തന്നെ ആയിരിക്കാം അദ്ദേഹത്തെ ചീഫ് സെക്രട്ടറി ആക്കിയത്. ഇപ്പോൾ വിശ്വനാഥ് സിൻഹ എന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് സംസ്ഥാനത്തിന്റെ ചീഫ് സെക്രട്ടറി. അദ്ദേഹം വളരെ സീനിയറാണ്. കോട്ടയം ജില്ലാ കളക്ടറായിട്ടൊക്കെ ഇരുന്നിട്ടുണ്ട്. നിരവധി വകുപ്പുകളിൽ സെക്രട്ടറി ആയിട്ടും ഒക്കെ ഇരുന്നിട്ടുണ്ട്. ഇലക്ഷൻ കമ്മീഷന്റെ ചുമതല വഹിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കഴിവിനെയോ പ്രാപ്തിയെയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സീനിയോറിറ്റിയെക്കുറിച്ചോ ആരും ഒരു പരാതിയും പറയുന്നില്ല. അങ്ങനെ കറപ്റ്റഡ് ആയ ഒരു ഉദ്യോഗസ്ഥനല്ല താനും. പക്ഷേ നമ്മൾ രാജീവ് നാരായണ സ്വാമി എന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥനെ കുറിച്ച് കേട്ടിട്ടില്ലേ? VS സർക്കാരിന്റെ കാലത്ത് മൂന്നാർ കയ്യേറ്റമൊഴിപ്പിക്കൽ ഈ ഒരു പരിപാടിയുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇദ്ദേഹത്തിന്റെ പേര് നമ്മൾ ധാരാളമായി കേട്ടിരുന്നത്. സധൈര്യം കൃത്യമായി നിയമം അനുശാസിക്കുന്ന രീതിയിൽ ഒരു പൊതുസമൂഹത്തിന്റെ ഭാഗമായി ഒരു ഉദ്യോഗസ്ഥൻ പ്രവർത്തിക്കണം എന്ന് കൃത്യമായി ഇടപെടൽ നടത്തിക്കൊണ്ട് അദ്ദേഹം പ്രവർത്തിച്ചു. അദ്ദേഹം രാഷ്ട്രീയക്കാരുടെ ഒന്നും സ്വാധീനങ്ങൾക്ക് വഴങ്ങിയില്ല. അതുകൊണ്ട് അദ്ദേഹത്തെ പലകുറി പലയിടത്തു നിന്നും മാറ്റി നിർത്തപ്പെട്ടു. അദ്ദേഹത്തെ ഒഴിവാക്കി. അദ്ദേഹം ഇപ്പോൾ ഏത് തസ്തികയാണ് കൃത്യമായി വഹിക്കുന്നത് എന്ന കാര്യത്തിൽ പോലും നമുക്ക് ചില സംശയങ്ങളുണ്ട്, അല്ലെങ്കിൽ ചില ആശങ്കകളും കൃത്യമായി നമുക്കത് അറിയില്ല. എന്നാൽ പോലും അദ്ദേഹം കേരളത്തിലെ ഇപ്പോൾ സർവീസിൽ ഇരിക്കുന്ന ഏറ്റവും മുതിർന്ന IAS ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹത്തെ എന്തുകൊണ്ട് ചീഫ് സെക്രട്ടറി ആക്കിയില്ല എന്നുള്ളൊരു ചോദ്യം തീർച്ചയായിട്ടും പലരും ചോദിച്ചു തുടങ്ങിയിരിക്കുന്നു. അദ്ദേഹം രാഷ്ട്രീയക്കാരുടെ ഇംഗിതത്തിന് വഴങ്ങാത്തത് കൊണ്ടാണോ, കൃത്യമായി കാര്യങ്ങൾ നടപ്പിലാക്കും എന്നുള്ളത് കൊണ്ടാണോ, അല്ലെങ്കിൽ അദ്ദേഹം ഒരു കറപ്റ്റഡ് ഓഫീസർ അല്ലാത്തത് കൊണ്ടാണോ അദ്ദേഹത്തെ നിയമിക്കാത്തത് എന്നീ ചോദ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പലരും ഉന്നയിക്കുന്നുണ്ട്, ചോദിക്കുന്നുണ്ട്. 92 ബാച്ച് IAS ഉദ്യോഗസ്ഥൻ വിശ്വനാഥ് സിൻഹയെ നിയമിച്ച സർക്കാർ നടപടിയിൽ ഭരണ ഉദ്യോഗസ്ഥ തലങ്ങളിൽ കടുത്ത അതൃപ്തിയുണ്ട് എന്നുള്ള ചില സൂചനകളും പുറത്തു വരുന്നുണ്ട്. ജൂൺ 30 അദ്ദേഹം ചുമതലയേൽക്കുമ്പോൾ ചോദ്യം ചെയ്യപ്പെടുന്നത് കേരള കേഡറിലെ ഏറ്റവും സീനിയറായ IAS ഉദ്യോഗസ്ഥരിൽ ഒരാളായ രാജീവ് നാരായണ സ്വാമിയെ എന്തുകൊണ്ട് വീണ്ടും തഴഞ്ഞു എന്നത് തന്നെയാണ്. സമൂഹ മാധ്യമങ്ങളിൽ അടക്കം ഈ നിയമനം, അതായത് ഇദ്ദേഹത്തെ നിയമിക്കാത്തത് ചർച്ചയാവുകയാണ്. ചീഫ് സെക്രട്ടറി നിയമനത്തിൽ സീനിയോറിറ്റിയും സേവന പരിചയവും മാനദണ്ഡമാക്കണം എന്ന കീഴ്വഴക്കത്തെ കാറ്റിൽ പറത്തിയാണ് ഈ ഒരു നീക്കം നടന്നത് എന്ന് പരാതിയുണ്ട്. മനോജ് ജോഷി, രാജേഷ് കുമാർ സിംഗ് തുടങ്ങിയ മുതിർന്ന ഉദ്യോഗസ്ഥർ കേന്ദ്ര ഡെപ്യൂട്ടേഷനിലാണ് എന്ന സർക്കാർ ന്യായീകരണം കേവലം ഒഴികഴിവും മാത്രമാണ് എന്ന് ആക്ഷേപമുണ്ട്. 1991 ബാച്ച് ഉദ്യോഗസ്ഥനാണ് രാജീവ് നാരായണ സ്വാമി. ഇദ്ദേഹം വിശ്വനാഥ് സിൻഹയേക്കാൾ സീനിയറാണ്. എന്നിട്ടും അദ്ദേഹത്തെ ബോധപൂർവം ഒഴിവാക്കിയതാണ് എന്ന പരാതിയും ഉയരുന്നുണ്ട്. ചീഫ് സെക്രട്ടറി പോസ്റ്റ് കേവലം സീനിയോറിറ്റി നോക്കിയല്ല, മറിച്ച് സർക്കാരിന്റെ വിവേചനാധികാരമുള്ള സെലക്ഷൻ പോസ്റ്റ് ആണെന്ന വാദമാണ് സർക്കാർ നിരത്തുന്നത്. എന്നാൽ ഈ വിവേചനാധികാരം ഭരണകൂടത്തിന് വേണ്ടപ്പെട്ടവരെ മാത്രം നിയമിക്കാനുള്ള ഒരു ഉപാധിയാണോ എന്ന ചോദ്യം അവിടെയുണ്ട്. അഴിമതിക്കെതിരെ വിട്ടുവീഴ്ചയില്ലാതെ പോരാടുന്ന, സ്വതന്ത്ര നിലപാടുകൾ പുലർത്തുന്ന ഉദ്യോഗസ്ഥരോടുള്ള സർക്കാരിന്റെ ഒരു സമീപനം ഇങ്ങനെയാണോ എന്ന് ചോദിക്കുന്നു. സത്യസന്ധനായ ഒരു ഉദ്യോഗസ്ഥന് ഭരണതലപ്പത്ത് എത്താനുള്ള അവസരം നിഷേധിക്കപ്പെടുന്നത് ജനാധിപത്യ സംവിധാനങ്ങൾക്ക് ചേരുന്നതാണോ എന്നും ചോദ്യം വരുന്നുണ്ട്. ഭരണകൂടത്തിന് വേണ്ടത് അഴിമതിക്കും സ്വജനപക്ഷപാതത്തിനും കൂട്ടുനിൽക്കുന്ന അനുസരണയുള്ള ഉദ്യോഗസ്ഥരെ മാത്രമാണോ എന്നും ചോദിക്കുന്നു. അപ്രധാന തസ്തികകളിലേക്ക് നിരന്തരം മാറ്റി നിർത്തപ്പെടുന്ന രാജീവ് നാരായണ സ്വാമിയെ പോലെ ഉള്ള ഉദ്യോഗസ്ഥരുടെ അവസ്ഥ നാളെയുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു മുന്നറിയിപ്പാണ്. അധികാരത്തിന്റെ ഇടനാഴികളിൽ സത്യസന്ധതയ്ക്ക് സ്ഥാനമില്ല എന്ന സന്ദേശമല്ലേ നൽകുന്നത്? നാടിന്റെ വികസനത്തിന് സത്യസന്ധരായ ഉദ്യോഗസ്ഥരുടെ സേവനം അനിവാര്യമാണെന്നിരിക്കെ സ്വതന്ത്ര ശബ്ദങ്ങളെ അട്ടിച്ചമർത്തുന്ന ഭരണകൂട നടപടികൾക്കെതിരെ കടുത്ത പ്രതിഷേധമുയരുന്നുണ്ട്. ഈ ഒരു അവസരത്തിൽ VD സതീശൻ സർക്കാരിനെതിരെ അദ്ദേഹത്തെ ഒന്ന് പരിഗണിച്ചു പോലുമില്ല, ആ ഒരു തസ്തികയിലേക്ക്, ആ പട്ടികയിലേക്കൊന്നും പരിഗണിച്ചു പോലുമില്ല എന്നുള്ള പരാതി തീർച്ചയായിട്ടും സത്യസന്ധരായ പല ഉദ്യോഗസ്ഥരും സെക്രട്ടേറിയറ്റിലും മറ്റും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അവരൊക്കെ പറയാതെ പറയുന്നുണ്ട്, ഇദ്ദേഹത്തിന് അർഹതയുള്ള സ്ഥാനം എന്തുകൊണ്ട് കൊടുത്തില്ല VD സതീശൻ സർക്കാർ, കൊടുത്തില്ല രാജീവ് നാരായണ സ്വാമിക്ക്. അദ്ദേഹത്തിന് ശമ്പളം കിട്ടുമായിരിക്കും, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സീനിയോറിറ്റിക്ക് അനുസരിച്ചുള്ള മറ്റു കാര്യങ്ങളൊക്കെ തന്നെ ഇൻക്രിമെന്റും അതുപോലെ അദ്ദേഹത്തിന്റെ ഗ്രേഡും കാര്യങ്ങളും ഒക്കെ കണക്കാക്കി അദ്ദേഹത്തിന് പേയ്മെന്റ് കിട്ടുമായിരിക്കും. പക്ഷേ അദ്ദേഹത്തെ പോലെ കഴിവുള്ള ഒരു ഉദ്യോഗസ്ഥനെ തീർച്ചയായിട്ടും സംസ്ഥാനത്തിന്റെ ചീഫ് സെക്രട്ടറി ആക്കി നിയമിക്കാനുള്ള എല്ലാ അർഹതയും അദ്ദേഹത്തിനുണ്ട്. അത് സർക്കാർ, മുഖ്യമന്ത്രി അല്ലെങ്കിൽ UDF സർക്കാർ കണ്ടില്ലെന്ന് നടിച്ചു എന്നുള്ള പരാതി വ്യാപകമാവുകയാണ്.